എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തമിഴ്നാട്ട് ഉക്കടത്തേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്രയുടെ ഭാഗമായി പാലിയേക്കര, പന്നിയങ്കര എന്നിങ്ങനെയുള്ള ടോൾ പ്ലാസകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണമെങ്കിലും ഏറ്റവും മനോഹരമായ കാഴ്ച കുതിരാനിലെ തുരങ്കപാതയാണ്. മുൻപെല്ലാം ഈ സ്ഥലത്ത് എത്ര വലിയ ബ്ലോക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേരളം തന്നെയാണോ എന്ന് തോന്നുന്ന പ്രകാരം അത്രയും മനോഹരമായിട്ടാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇത്ര നമ്മുടെ കേരളത്തിനുള്ളൊന്നും ഇതുപോലുള്ള ഒരു സൗകര്യമൊന്നും ഉണ്ടാകുമെന്ന് ചെറുപ്പത്തിലൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ പാതയും പിന്നിട്ടിട്ട് വേണം നമുക്ക് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ. അതെന്തായാലും ഒരു നല്ല എത്ര തവണ ഈ വഴി പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലത് നല്ല അനുഭവമാണ്. ഇപ്പോൾ നിങ്ങൾ ആ പിറകിൽ തല ചൊറിഞ്ഞിരിക്കുന്ന ആളെ കണ്ടില്ലേ, അതാണ് എൻ്റെ മാമൻ. എൻ്റെ മാമൻ്റെ അപ്പുറത്ത് കുത്തിച്ചാരി വെച്ചിരിക്കുന്ന പോലെ ഒരു പുതപ്പ് കാണാം, അതെൻ്റെ മകനാണ്. അവന് AC-യുടെ തണവ് ബുദ്ധിമുട്ടായതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു പുതപ്പെടുത്തുകൊണ്ട് അത് പുതച്ചുകൊണ്ട് ചെയ്യുന്ന യാത്രയാണിത്. എന്തായാലും യാത്രകൾ ഇത് കഴിഞ്ഞു. നമ്മൾ ഏകദേശം കേരളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ തുടക്ക ഭാഗങ്ങളാണ്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ എന്തൊരു ഗൃഹാതുരത്വമായ അനുഭവങ്ങളാണ് എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായി തമിഴ്നാട്ടിൽ പോകുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരു 5:30 ആയപ്പോഴോ 4 മണിയായപ്പോൾ എന്നെ അച്ഛൻ തട്ടി ഉണർത്തുമ്പോൾ ചുറ്റും പ്രഭാപൂരിതമായിട്ടുള്ള ഒരു മലയാണ് കണ്ടത്. മറ്റൊന്നുമല്ല, അത് നമ്മുടെ പഴനിമലയായിരുന്നു. അന്ന് തൊട്ട് ആ തണവും അതുപോലെ തന്നെ ആ അനുഭൂതിയും എൻ്റെ മനസ്സിൽ നിന്ന് ഈ നിമിഷം വരെയും മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോയമ്പത്തൂർ, സേലം, പഴനി മുതലായ സ്ഥലങ്ങളിലേക്ക് പോകാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ നഷ്ടപ്പെടുത്താറില്ല. ഒരുതരം പഴയ കഞ്ഞിവെള്ളം പുളിച്ചതിൻ്റെ മണമാണ് തമിഴ്നാടിന്. പക്ഷേ ഇതല്ല തമിഴ്നാടിനെ ഞാൻ ഇഷ്ടപ്പെടാനുള്ള യഥാർത്ഥ കാരണം. ഞാൻ ആദ്യമായി തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ തന്നെ പഴനിയിലെയും കൊടൈക്കനാലിലെയും പല ഭാഗങ്ങളും ഞാൻ ഇതിനു മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതരം മാനസികമായ ഒരു അവസ്ഥ എനിക്കുണ്ടായി. അതായത് ഈ നാട്ടിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് ഒരുപാട് നാൾ എന്ന് എനിക്ക്, പക്ഷേ ഞാനതിനു മുമ്പ് ഒരിക്കൽ പോലും തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇവിടെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഞാനിവിടെ ജീവിച്ച് മരിച്ചു പോയൊരു വ്യക്തിയാണ് എന്നെനിക്ക് സ്വയം തോന്നുന്നത്രയും വല്ലാത്തൊരു നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം ഈ തമിഴ്നാടിൻ്റെ മണ്ണ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇപ്പോൾ ഇതെനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന അന്ന് എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞിട്ട്, നമ്മൾ കണ്ട സ്ഥലമല്ലേ ഇത്, നമ്മൾ കണ്ട പോലെ നിനക്ക് തോന്നുന്നില്ലേ എന്ന്. സത്യമാണ്, ഞാനവിടെ ജീവിച്ചിട്ടുള്ളതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങൾ വല്ലാത്ത നൊസ്റ്റാൾജിയാണ് ഞങ്ങൾക്ക് നൽകുന്നത്. പിന്നെ അന്നത്തെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇന്നത്തെ തമിഴ്നാട് ഒരുപാട് മാറി കേട്ടോ. എല്ലായിടത്തും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം അതിശക്തമായ ബിസിനസ്സാണ് നടക്കുന്നത്. ഒരു ശബരിമലയിലേക്കൊക്കെ ആളുകൾ കയറിപ്പോകാൻ പോകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടുത്തെ വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നമ്മൾ ആദ്യമായി ചെല്ലുന്നൊരു ഭൂമിയിൽ നമ്മളിതിനു മുമ്പേ ജീവിച്ചിരുന്നു നമുക്ക് തോന്നുന്ന എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതെന്നോട് പറഞ്ഞ്. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഋഷിശൃംഗരാണല്ലോ, എവിടെ ചെന്നാലും ഒരു മഴ അത് നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ ആ മഴയത്തുകൂടെ തമിഴ്നാട്ടിലൂടെ ഉക്കടത്തേക്ക് വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇടതുവശത്ത് അതിമനോഹരമായൊരു കാഴ്ച കാണുന്നത്. നല്ല പച്ചത് തമിഴ്നാടാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിക്കൊപ്പം നീല വിരിച്ചു നിൽക്കുന്ന ഒരു ജലാശയം. അതൊരു പുഴയാണോ തടാകമാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഇതേതാണ് സ്ഥലമെന്നോ ഈ പുഴ ഏതാണെന്നോ അല്ലെങ്കിൽ ഈ തടാകം ഏതാണെന്നോ അറിയുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തമിഴ്നാടാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല, കാരണം നല്ല പച്ച നിറമാണ് ഇലകൾക്ക്. അതുപോലെ തന്നെ വലിയൊരു ജലാശയം. ഇത്രയും ജലമൊക്കെ തമിഴ്നാട്ടിലുണ്ടോ എന്നെനിക്ക് അത്ഭുതമായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തമിഴ്നാട്ടിൽ ഇത്രയും പച്ചപ്പ് നിറഞ്ഞ ഒരു നാട്ടുപ്രദേശത്തെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന കുറേ വീടുകൾക്കുള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് വലിയ വലിയ ബിസിനസ്സുകൾ നടക്കുന്നത്.
അതായത് ഒരു ദിവസം തന്നെ 5ഉം 10ഉം കാറുകൾ അതുപോലെ തന്നെ ഓരോ ഷോപ്പിലും വരുന്നുണ്ട് മോഡിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി മറ്റുമൊക്കെ. ഇത് കണ്ട് ഇതൊരു അവിടുത്തെ ഒരു പട്ടാളമാണ്. പട്ടാളത്തിന് എല്ലാ സ്പെയർ പാർട്സും ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളുടെയും സ്പെയർ പാർട്സുകൾ അട്ടിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിനിടയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് കണ്ടോ, അത്രയ്ക്കും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും ബിസിനസ്സുകളാണ് ഒരു ദിവസം, എത്ര കോടിയുടേതെന്നറിയില്ല, ഓരോ ദിവസവും ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന തമിഴ്നാടിൻ്റെ സമഗ്രമായ ഒരു വികസനം കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിപ്പോൾ നമ്മുടെ രാജ്യത്തെ താഴ്ത്തിക്കെട്ടാനൊന്നുമല്ല കേട്ടോ, നമ്മുടെ നാടും വളരെ വളരെ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനവും പുരോഗമിക്കുന്നതിൽ വളരെ